103 സങ്കീർത്തനം 14 വാക്യം. അവൻ നമ്മുടെ പ്രകൃതി അറിയുന്നുവല്ലോ, നാം പൊടി എന്നവൻ ഓർക്കുന്നു. ദൈവം ചെയ്യുന്ന 2 കാര്യങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുകയാണ്. 1, നമ്മുടെ പ്രകൃതി അറിയാം. 2, നാം പൊടിയെന്ന് അവൻ ഓർക്കുകയാണ്. ദൈവം അറിയുകയും ഓർക്കുകയും ചെയ്യുന്ന ദൈവമാണ്. അറിയുന്നത് നമ്മുടെ ഒന്നുമില്ലായ്മയാണ്. ഗോഡ് നോസ് അവർ ഫ്രെയിം. നമ്മുടെ നേച്ചർ അറിയാം, നമ്മുടെ ഫ്രെയിം അറിയാം, നമ്മെ മുഴുവനായി അറിയാം. ദൈവം അറിയാതെ നമ്മുടെ വായിലൊരു വാക്കുമില്ല, അധരങ്ങളിലൊരു വാക്കുമില്ല. ദൈവത്തിന് നമ്മളെ മുഴുവൻ അറിയാം. 2ാമത്തെ പദപ്രയോഗം വളരെ ചിന്തിക്കേണ്ടതാണ്. ദൈവം ഓർക്കുന്ന ഒരു കാര്യം നാം പൊടി എന്നുള്ളതാണ്. പലപ്പോഴും മനുഷ്യൻ ഓർക്കാത്തതും അതുതന്നെയാണ്. നാം പൊടി മാത്രമാണ്, ഈ മണ്ണിലേക്ക് പോകേണ്ടവരാണ് എന്ന് ഓർക്കുമ്പോഴാണ് എത്രമാത്രം താഴാമോ വിനയപ്പെടാമോ അത്രമാത്രം വിനയപ്പെടുന്നത്. നമുക്കതറിയില്ല, പക്ഷെ ദൈവത്തിനറിയാം. ദൈവം പറയാണ് നാം പൊടി എന്ന് ദൈവം ഓർക്കുകയാണ്. നമ്മുടെ ഒന്നുമില്ലായ്മയും നമ്മളുടെ ആ നൈമിഷികമായ കാര്യങ്ങളും ഒന്ന് വിശകലനം ചെയ്താൽ ദൈവത്തിൻ്റെ കൃപയാൽ മാത്രം നമ്മൾ ജീവിക്കുന്നു എന്ന് പറഞ്ഞ് സർവ്വമഹത്വവും ദൈവത്തിന് അർപ്പിക്കുവാൻ കാരണമായി തീരും. കാരണം നമ്മുടെ പ്രകൃതി അറിയുന്ന, നമ്മുടെ പൊടി എന്ന് ദൈവം ഓർക്കുന്ന ഒരു ദൈവമാണ് നമ്മുടെ ദൈവം.